ഹായ്, മോളമ്മയാണ് ഷുഗർ ബാറിൽ നിന്നും. എനിക്ക് കുറച്ച് ചൈനീസ് ഓറഞ്ച് കിട്ടിയായിരുന്നേ. കിടങ്ങറായി പോയപ്പോൾ കുറച്ച് കിട്ടി. അതുകൂടാതെ നമ്മുടെ വീട്ടിൽ നിന്നും കുറച്ച് നാരങ്ങ ഈ ഓറഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് സ്ക്വാഷ് ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കൂടുതലായി കിട്ടുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നല്ലൊരു സ്ക്വാഷായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ച് ജ്യൂസ് എടുത്ത് ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കാനായി മാറ്റിയിട്ടുണ്ട്. ഇനിയും 2 കപ്പ് ഓറഞ്ചിൻ്റെ ജ്യൂസാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. ഈ 2 കപ്പ് പഞ്ചസാരയും തിളപ്പിക്കാൻ പറ്റിയ ഒരു പാത്രത്തിലേക്ക് ഇട്ട് 1 കപ്പ് വെള്ളവും ഒഴിച്ച് തിളപ്പിച്ച് കുറുക്കിയെടുക്കാവുന്നതാണ്. ഒരു നൂൽ പരുവമാകുന്നത് വരെ തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇത് തിളപ്പിച്ച് കുറുക്കിയെടുത്ത് കഴിയുമ്പോൾ ഈ പരുവത്തിലാണുള്ളത്. ഒരു നൂൽ പരുവമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ കാണുന്ന കണ്ടോ, ഇങ്ങനെയാണ് ഒരു നൂൽ പരുവമായോ നോക്കുന്നത്. ഇപ്പോൾ കറക്റ്റാണ്, ഒരു നൂൽ പരുവമുണ്ട്. പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ ഒരു നൂൽ പരുവത്തിൽ എടുക്കുന്നത്, പെട്ടെന്ന് കേടാവാതിരിക്കാനാണ്. ഇനിയും എടുത്തു വെച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസ് 2 കപ്പാണുള്ളത്. അപ്പോൾ 2 കപ്പ് ഓറഞ്ച് ജ്യൂസും ഈ പഞ്ചസാരയിലേക്ക് മിക്സ് ചെയ്ത് ഈ ലയനിയുമായി മിക്സ് ചെയ്ത് ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഓറഞ്ച് ജ്യൂസിൻ്റെ ഈ സ്ക്വാഷും ഒഴിച്ച് തണുത്ത വെള്ളവുമായി മിക്സ് ചെയ്താൽ അടിപൊളി സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഓറഞ്ചിന് പകരം നാരങ്ങയാണുള്ളതെങ്കിൽ അത് വെച്ചും ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ നാരങ്ങയാണെങ്കിൽ ഒരു സ്വല്പം ഇഞ്ചിയും കൂടെ ചേർത്താൽ നല്ലതായിരിക്കും. ഇഞ്ചിയുടെ ചാറ് മാത്രമേ. അപ്പോൾ അത്രമേ ഉള്ളൂ. താങ്ക്